السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഫിർദൗസിൽ നമ്മയൊക്കെ ഒരുമിപ്പിക്കുമാറാകട്ടെ. പല പ്രഭാഷണങ്ങളുടെയും തുടക്കത്തിൽ നാം കേൾക്കുന്ന ഒരു വചനം, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ഓരോരുത്തരും എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടും എണ്ണാൻ കഴിയൂല. അത്രയും നിഅമത്തുകൾ അള്ളാഹു ഓരോ വ്യക്തിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ പരാതികൾ അള്ളാഹിനോട് പറയുകയാണെങ്കിലും പരസ്പരം വിഷമങ്ങൾ പങ്കിടുകയാണെങ്കിലും പടച്ചോൻ എന്താ നമ്മൾക്ക് ചെയ്ത് തരാത്തത്? ഓരോ സെക്കൻഡും അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് നിങ്ങൾ ഓരോന്നെണ്ണ് മരണം വരെ എണ്ണിയാൽ പോലും തീരാത്ത നിഅമത്തുകൾ നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അത്രയും അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിദായത്ത്. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവെ പുകഴ്ത്തി സ്തുതിച്ചു അള്ളാഹുവോടുള്ള കരാറ് പുതുക്കി ആദ്യമായി ചോദിക്കുന്നൊരു ചോദ്യം, പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴിയിൽ നീ എന്നെ നയിക്കണേ അല്ലാഹ്. ഹിദായത്താണ് ഏറ്റവും വലിയ നിഅമത്ത്. ഇന്ന് നമ്മളത് പേടിക്കുന്നൊരു ലോകത്താണ്. ആർക്കൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് പോലും അറിയുന്നില്ല. ഹിദായത്തിന് ശേഷം പടച്ചോൻ ഒരാൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണെങ്കിൽ അത് കിട്ടിയ ഒരാൾക്ക് പടച്ചോൻ കൊടുക്കുന്ന രണ്ടാമത്തെ നിഅമത്ത് ആഫിയത്താണ്, അവൻ്റെ ആരോഗ്യമാണ്. ഇന്ന് നമുക്കത് അറിയില്ല. ആഫിയത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വില എത്ര നമ്മൾക്ക് അറിയില്ല. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നീ ഇദാ അറദ്ത അൻ തഅരിഫ് ഖദ്റ നിഅമത്തല്ലാഹി അലൈക വആഫിയത, പടച്ചോൻ നിനക്ക് തന്ന നിഅമത്തിൻ്റെ തോത്, അള്ളാഹു നിനക്ക് തന്ന ആഫിയത്തിൻ്റെ വില നീ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നിനക്കൊന്ന് അറിയണമെങ്കിൽ ഫദ്ഹബ് ഇലാ അഖ്റബ മുസ്തശ്ഫ, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നീ ഒന്ന് പോയി നോക്ക്, ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക്, അതല്ലെങ്കിൽ നീ ഒന്ന് പോയി നോക്ക്. ലതറൽ അജബ് വൽ അജായിബ്, അത്ഭുതങ്ങൾ നിനക്ക് കാണും പടച്ചോൻ നിനക്ക് തന്നത്. കാരണം നീ പോകുന്ന ആ ഹോസ്പിറ്റൽ നിനക്ക് കാണാം, ഫഹാദാ മരീദുൻ യഇന്നു മിൻ ഷിദ്ദത്തിൽ മർദ്, ഒരു മനുഷ്യൻ
രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഞെരങ്ങുന്നത് കാണാം നിനക്ക്. മറ്റൊരാൾ തൊട്ടപ്പുറത്ത് അയാൾ അട്ടഹസിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയല്ല, മുതിർന്നയാളാണ്, മക്കളുള്ളവർ, പേരമക്കളുള്ളവർ. എന്നിട്ടും കുട്ടികൾ വാവിട്ട് കരയുന്നത് പോലെ കൂവത്തിൽ അലം, വേദന കൊണ്ട് കരയാണ്. അട്ടഹസിച്ച് കരയുന്ന മറ്റൊരാളുണ്ട്. മറ്റൊരാൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. മറ്റൊരാൾ അവൻ്റെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നുണ്ട്. മറ്റൊരാൾ പരസഹായമില്ലാതെ ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരാൻ കഴിയാത്ത വിഷമത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ഒരുപാട് ഇങ്ങനെ എണ്ണുന്നുണ്ട് അല്ലേ? ഒരാളെ സഹായം കൂടാതെ, ഒരു മനുഷ്യൻ്റെ ആഗ്രഹമല്ലത്, ഒരു മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ ഒന്ന് കിടക്കാനും ഒന്ന് എണീക്കാനും ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരാനും പടച്ചോൻ തന്ന കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും ഒരു വെള്ളത്തിൻ്റെ ഗ്ലാസ് പിടിക്കാനും സ്വന്തമായിട്ട് കഴിയാത്ത ആ ഒരു അവസ്ഥ. എത്ര രോഗികളുണ്ട്! എന്നെ കാണാൻ ആരെ ഇങ്ങോട്ടേക്ക് വിടരുത് എന്ന് പറയും രോഗികൾ. എന്തിനാണെന്നറിയോ? എന്നെ ഈ അവസ്ഥയിൽ അവർ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ എത്രയോ രോഗികളുണ്ട്. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. ഇന്നലെ വരെ കൂടെ നടന്നിരുന്നവർ, രോഗമായിരിക്കാം, ഒരു ആക്സിഡന്റ് ആയിരിക്കാം. അള്ളാഹു എല്ലാ പരീക്ഷണത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഫിയത്തിന്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് അതറിയുക. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിനക്കെപ്പോഴാണ് അതിൻ്റെ വില അറിയാമെന്നറിയോ? രോഗിയല്ലാതെ അതിൻ്റെ വില ഒരിക്കലും മനസ്സിലാക്കൂല. ബെഡിലൊന്ന് കടന്നു പോകണം. എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെയുണ്ട് സുബഹി നിസ്കരിക്കാൻ എണീറ്റപ്പോഴല്ലേ, കോബാലത്ത് നമ്മളൊരു സഹോദരൻ സുബഹി എണീറ്റപ്പോൾ വീണുപോയതാണ് അല്ലേ? ആ വീഴ്ചയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കൂടെ സെന്ററിലൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കുന്ന ഷെയ്റാസ്, ഇന്ന് അദ്ദേഹം തുക്കുബയിൽ കബറടക്കം ചെയ്യപ്പെട്ടു, സ്വർഗം കൊടുക്കട്ടെ. സ്വന്തമായി ഡ്രൈവ് ചെയ്തിട്ട അൽമന ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടുന്ന് പുറത്തിറങ്ങിയത് മയ്യത്തായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഒരു നോമ്പിന് പകൽ സമയത്ത് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ആ വ്യക്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ പകലാണോ രാത്രിയാണോ എന്നുള്ളത്. സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോയി അവിടെ എത്തി. ആ രോഗം കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ചശക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പകലാണോ രാത്രിയാണോ എന്ന് ചോദിച്ചപ്പോൾ പകലാണ് എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരയാണ്, എനിക്കൊന്നും കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ളത്. ഇത് പ്രസംഗത്ത് പറയാൻ എളുപ്പമാണ്, വായിക്കാൻ നമ്മൾക്ക് എളുപ്പമാണ്. നമ്മൾ ഓരോ അവധിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് പലരും ഇങ്ങനെ കിടന്നു പോയതാണ് അല്ലേ? ഒരു ഉമ്മ പറഞ്ഞ സങ്കടമുണ്ട്, എൻ്റെ ഏറ്റവും വലിയ സങ്കടം രോഗവും വേദനയും കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒന്ന് കണ്ണടച്ച് എണീറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം. പക്ഷെ സുബഹിന്റെ സമയമാകുമ്പോഴല്ലേ മക്കളൊക്കെ സാധാരണ എഴുന്നേൽക്കുന്നത്. അതിനു മുമ്പേ എനിക്കിത് വല്ലാത്ത പ്രയാസത്തിലാണ്. അവരെ ശല്യപ്പെടുത്താനും വയ്യ, എനിക്ക് പ്രയാസാകുകയും ചെയ്യുന്നു. എന്തൊരവസ്ഥയാണ് നിങ്ങൾ നോക്ക് അല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരി വന്ന് പറഞ്ഞു, നബിയെ, ബോധം കെട്ട് വീഴുന്ന രോഗം കൊണ്ട് പ്രാർത്ഥിക്കോ? നബി പറയുന്നില്ലേ, ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗാണ്, വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ അള്ളാഹിനോട്, വേണമെങ്കിൽ ക്ഷമിക്കാൻ നബിയെ, രോഗങ്ങളൊക്കെ സഹിക്കാം. പക്ഷേ ബോധക്ഷയം വന്ന് വീണു പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഓരോ രോഗത്തിൻ്റെ ഓരോ അവസ്ഥകൾ. ഇന്ന് നമ്മൾ നടന്നു വന്നു അല്ലേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നു, തിരിച്ചു പോകുന്നു, സ്വന്തമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, അതിലിരിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ആഫിയത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് ബില്യൺ കണക്കിന് സ്വത്തുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും നിനക്കുണ്ടായാലും ആഫിയത്തില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റൂല. എത്ര ഡയാലിസിസ് രോഗികൾ അങ്ങനെയുണ്ട്. അവനെന്താ വെള്ളം കുടിക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ? എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും, കാശുണ്ട്, പക്ഷെ ആഫിയത്തില്ല. വെള്ളമായിട്ടും എന്താ ഭക്ഷണമായിട്ടും തൊടാൻ കഴിയാത്ത രോഗികളിലെ പ്രിയപ്പെട്ടവരെ, വായയിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മൂക്കിലൂടെ പൈപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ബൈസ്റ്റാൻഡറായിട്ടും കുടുംബത്തിലും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അവരാരും
മുൻകൂട്ടി അറിഞ്ഞതാണോ ഞാനിങ്ങനെ കിടക്കുമെന്നുള്ളത്? നാളെ നമ്മളാകുമോ? അല്ലേ? ഫേസ്ബുക്കിൽ കരയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം കൊണ്ട് ആഗ്രഹിച്ചിട്ട് കരഞ്ഞതൊന്നല്ല, ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ടാണ് അത്രയും ഗൗരവത്തോടെ തന്നെ ഈ വിഷയം പറയുന്നത്. ആഫിയത്ത് എന്നുള്ളത് ഒരു തമാശയായിട്ട് കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒരു ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. പ്രാർത്ഥന അങ്ങനെ പോകുന്നുണ്ട്. പടച്ചോനെ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് നൽകണേ. ദുനിയാവിൽ മാത്രം പോരാ, പരലോകത്തും വേണം ആഫിയത്ത്. ആരോഗ്യം, സൗഖ്യം, എന്തും ചെയ്യാനുള്ള കഴിവുണ്ടാകണം. എൻ്റെ ദുനിയാവിലും എൻ്റെ ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് നൽകണേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്വത്തിൽ, എല്ലാത്തിലും ആഫിയത്ത് വേണം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രം പോരാ, കൂട്ടുകാരൻ മരിച്ച് മയ്യത്തിസ്കരിക്കുമ്പോൾ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഈ മയ്യത്തിന് നീ കരുണ ചെയ്യണേ അല്ലാഹ്, ഈ മയ്യത്തിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്, മയ്യത്തിന് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. രോഗിയെ പരിചരിക്കുന്നവർ, അല്ലേ? നിങ്ങൾ കാണലില്ലേ? പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരൊക്കെ ഓരോ വീടുകളിൽ ചെന്ന് പരിചരിക്കുമ്പോൾ അവരനുഭവങ്ങൾ പറയുന്നുണ്ട്. എത്ര വലിയ സമ്പന്നനായ മനുഷ്യനാണ്, ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് കടന്നു പോയാലുണ്ടല്ലോ, വല്ലാത്തൊരു സങ്കടം. ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ചില രോഗികളൊക്കെ അങ്ങനെ തകർന്നു പോവുകയല്ലേ? എന്തുകൊണ്ടാ? മാനസികമായി അത്രയും തകർന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളതറിയാം, ഓരോ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഡയാലിസിസ് സെന്ററുകൾ ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. അങ്ങനെ പോകുക, ഡയാലിസിസ് സെന്ററുകളുള്ള ഓരോ സ്ഥലത്തും യൂണിറ്റിൽ ആളെ തികയുന്നില്ല, അല്ലേ? നിങ്ങൾ നോക്കിയേ, ആളുകളുണ്ട്, പിന്നെ ആ യൂണിറ്റ് തികയുന്നില്ല. അത്രയും രോഗികളാണ്. ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാ ഹോസ്പിറ്റലിലും 1ഉം 2ഉം ബിൽഡിങ്ങുകൾ അതിനു വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്ത് കുട്ടികൾക്കുള്ളത് പീഡിയാട്രിഷ്യനാണ്, ഒരു ഭാഗത്ത് ക്യാൻസറുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഡയാലിസിസ് സെന്ററുകൾ, എല്ലാ ഹോസ്പിറ്റലും സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. സ്കൂൾ വാഹനം പോകുന്നത് പോലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ആംബുലൻസുകൾ പോകുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഓരോ വീട്ടിലത്തെയും ഡയാലിസിസ് പേഷ്യൻസിനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്നത്തെ യുവാക്കളും ചെറുപ്പക്കാരും കുട്ടികളിലും ഒക്കെ ഈ ഒരു പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് എനിക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ കൂടെ ഓരോ അവയവത്തിന് വേണ്ടി പോലും പ്രാർത്ഥിച്ചു, അല്ലേ? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ, അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത. 3 ചോദിക്കുന്നു, 3 നിന്ന് കാവൽ തേടുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അർത്ഥറിയാണെങ്കിൽ ഒരു ദിവസം പോലും നമ്മൾ ഒഴിവാക്കൂല, ഒരു സുജൂദ് പോലും നമ്മൾ ഒഴിവാക്കൂല ഇത് പ്രാർത്ഥിക്കാതെ. എന്താ 3 ചോദിക്കുന്നത്? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. മൊത്തത്തിൽ പറഞ്ഞു പോരാ, അവിടുന്ന് ഒന്നുകൂടി പറയാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, എൻ്റെ കണ്ണിന് നീ ആഫിയത്ത് നൽകണേ, അല്ലേ? ബക്കർ ഇബ്നു അബ്ദുള്ള റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിനക്ക് കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒരു സെക്കൻഡോ ഒരു സവാനി അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു 30 സെക്കൻഡ് നീ ഒന്ന് കണ്ണടക്ക്. ആ കണ്ണടക്കുമ്പോൾ നിനക്ക് മുഴുവൻ ഇരുട്ടാകുമ്പോൾ കണ്ണിന്റെ വില നിനക്കറിയാം. അദ്ദേഹം ഒരു മുൻഗാമികളായ ഒരു സലഫു സാലിഹ് ഒരു വിഷയം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു അന്ധന്റെ അടുത്തുകൂടി നടക്കുകയാണ്. ആ സമയത്ത് അന്ധനോട് ചോദിക്കുന്നു, മാതാ തതമന്ന, നീ എന്താ നിനക്ക് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? കണ്ണ് കാണാത്തൊരു ചോദിക്കാണ്. അപ്പൊ അന്ധൻ പറയുന്നുണ്ട്,
എനിക്ക് ഒറ്റൊരിക്കലും ഈ ഭൂമിനെ കണ്ടാൽ മതി. ഒന്ന് മാത്രം, ഖുർആനിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ ഓതുമ്പോ അഫലാ യൻദുറൂൻ, നിങ്ങൾ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക്? ഈ ആയത്ത് ഞാൻ ഓതുമ്പോ ഞാൻ ആഗ്രഹിച്ചു പോകാണ്, എങ്ങനെയായിരിക്കും ഒട്ടകം ഒന്ന് കാണണമായിരുന്നു. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹ് പറയുമ്പോ എനിക്കൊന്ന് കാണണമായിരുന്നു. ഒരു സെക്കൻഡ് നേരം, വേറൊന്നും വേണ്ട, ഫോക്കസ്, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റോ എനിക്കൊന്ന് എല്ലാവരും കണ്ടാ മതി. കണ്ണ് പൂട്ടുമ്പോ പ്രിയപ്പെട്ടവരെ മനസ്സിലാവും കണ്ണിന്റെ വില. اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري. എൻ്റെ കണ്ണിനും എൻ്റെ സമഈ, എൻ്റെ കാതിനും നീ എനിക്കൊന്ന് ആഫിയത്ത് നൽകണേ പ്രിയപ്പെട്ടവരെ. കാത് ഒന്ന് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ വരട്ടെ, വരില്ല പ്രിയപ്പെട്ടവരെ. കേൾവി മാത്രമല്ലല്ലോ, നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് പോലും നമ്മുടെ ചെവിയാണ്. അറിയുന്നവരല്ലേ നമ്മൾ, അല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും ഇതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ? എല്ലാ തോന്നിയാസങ്ങൾ കാണാനും എല്ലാ തോന്നിയാസങ്ങൾ കേൾക്കാനും മാത്രമല്ലാതെ ഒരു ദിവസം എത്ര മണിക്കൂറുകൾ നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടു കേട്ടു. ഈ കണ്ണുക അതുകൊണ്ട് ഖുർആനിന്റെ ഒരു പേജ് കാണാൻ ഈ ദിവസം നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അള്ളാഹ് തന്ന കണ്ണുകൊണ്ട് പടച്ചോന്റെ ഖുർആനിന്റെ ഒരു പേജ് ഓതാൻ നമുക്ക് പറ്റണില്ല. അള്ളാഹ് തന്ന കാതുകൊണ്ട് റീൽസുകൾ കാണുമ്പോ കേൾക്കുമ്പോ അത് കേൾക്കാൻ നമ്മുടെ ചെവി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. എല്ലാ തോന്നിയാസങ്ങൾക്കും, അല്ലെ, എല്ലാ തോന്നിയാസത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് നീയും മനസ്സിലാകും, കടന്നു പോയാൽ, ഒന്ന് വീണ് പോയാൽ, നീ ഒന്ന് വീണ് പോയാൽ നിന്റെ ഒരു മുതൽ ഉപകരിക്കൂലട്ടോ. അന്ന് നീ പറയും സുജൂദ് ചെയ്യണമായിരുന്നു. സുജൂദ് ചെയ്യാൻ പോയിട്ട് നിനക്ക് സ്വന്തമായിട്ടൊന്ന് ഒളിവെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഈ വിഷയം. അത്രയും രോഗികൾ, നമുക്ക് പറയാൻ കഴിയുന്നില്ല, അത്രയും രോഗികളാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മുടെ കൂടെ ക്ലാസ്സിൽ ഉണ്ടാകേണ്ട സയ്യിദ്, നമ്മുടെ മദ്രസേന്റെ ചാർജ് ഉള്ളത്, സെന്ററിൽ സജീവമായി പ്രവർത്തിക്കുന്നവൻ, ഇന്ന് രാവിലെ സയ്യിദിനെ വിളിച്ചപ്പോൾ പിന്നെ പുലർച്ചക്ക് 3 മണിക്ക് ഡയാലിസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു റൂമിലേക്ക് എത്തിയത്. നിങ്ങൾ വിളിക്കണം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ ആലുവയിൽ ഇപ്പോൾ 2 കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് പോയതാണ്. അള്ളാഹു എളുപ്പം കൊടുക്കട്ടെ. നിങ്ങൾ നോക്കൊരു, നമ്മുടെ കൂടെ ഓടിച്ചാടി ഒരു വിഷമവും അറിയിക്കാതെ, ഒരു സംഗതിയും ഒന്നും അറിയിക്കാതെ, ആ സമയത്തും ഇവിടെയുമായി ബന്ധപ്പെട്ട രോഗികൾക്കും മറ്റുമൊക്കെ സഹായം ചെയ്യുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സിലും ഉണ്ടാകൂലേ എന്തൊരവസ്ഥയിലാ പെട്ടുപോയത് എന്ന്. ഹജ്ജിന് വരുന്ന സമയം 2018 ഹജ്ജിന് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, റിസൾട്ട് കിട്ടിയ ഉടനെയാണ് ഹജ്ജിന് തന്നത്. എന്തൊക്കെയോ ഉറപ്പിച്ചിട്ട് പോലെ, അല്ലേ? ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലായപ്പോഴാ ഹജ്ജിന് വരുന്ന ആദ്യം ആ ഭാഗങ്ങളെ ക്ലിയർ ചെയ്യുന്നത്. എനിക്കറിഞ്ഞൂടാ, നിനക്കറിഞ്ഞൂടാ നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ തകരാറിലായിട്ടുണ്ടെന്ന് അറിയുന്നില്ല. ഇന്ന് ചില രോഗങ്ങൾ മനസ്സിലാകുന്നത് 3rd സ്റ്റേജ്, അതെല്ലാവരും പിന്നെ എത്തുമ്പോഴാണ് അറിയുന്നത് പോലും. അതിനു മുമ്പ് എത്ര പെയിൻ കില്ലർ കഴിക്കുന്നു, ഊരവേദനയായിരിക്കാം, വേറെ ഏതെങ്കിലും അസുഖമായിരിക്കും, ഇതൊക്കെയല്ലേ പറയുന്നത്. സഹോദരൻ, ആരെയും പേടിക്കാനൊന്നുമല്ല. പക്ഷേ ആരോഗ്യത്തിന്റെ വിലയും ആരോഗ്യമെന്ന നിഅമത്ത് പടച്ചോൻ തന്നിട്ട് അതിനോടൊരു നന്ദിയും നമ്മൾക്കില്ല എങ്കിൽ, ഇങ്ങനൊരു ദുആ പോലും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെ? 2 ദുആ കൽപ്പിച്ചു, അല്ലെ? അതിലൊന്നാണ് എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, എൻ്റെ കണ്ണിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, എൻ്റെ കാതിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോ ഈ 3 വിഷയത്തിൽ നമ്മൾ കുടുങ്ങും. അതിലൊന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, ഞാൻ കാഫിറായി പോകുന്നു. പണ്ഡിതന്മാരെ കൂട്ടി വെക്കുന്നുണ്ട്. അള്ളാഹിന്റെ റസൂലിനോട് ഒരു ചോദ്യം, നബിയെ എന്തിനാണ് ഇതൊക്കെ താരതമ്യം ഒന്നിച്ചു പറയുന്നത്? റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ദാരിദ്ര്യം മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുമ്പോൾ കുഫറിലേക്ക് പോലും എത്തിപ്പോകും, അല്ലെ? വൽ ഫഖർ, ഞാൻ നിന്നോട് ഫക്കീറായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടാണ്. ഒരു രോഗം വന്നാൽ മതി, വീട് വിറ്റു, സ്വത്ത് വിറ്റു, അല്ലെ? എല്ലാം തകർന്ന് തരിപ്പണായിട്ടുണ്ട്, എല്ലാം തകർന്ന് തരിപ്പണായിട്ടുണ്ട്. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഈ സെന്ററുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അപേക്ഷ വന്നത്. ഒരു കുട്ടി MBBS പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒന്ന് സഹായിക്കുമെന്ന്. 2 കൊല്ലം പഠിച്ചു, ബാക്കി ഉപ്പാക്ക് അസുഖം വന്നു, ഉപ്പ മരിച്ചുപോയി.
ആ പഠനം വഴിയിലായി. ആരാ സഹായിക്കുക? അത്രയും കാശ് കൊടുത്ത് പഠിക്കുകയാണ്. നിങ്ങൾ നോക്കൂ ഒരു അവസ്ഥ, ഒരു രോഗം വരുമ്പോൾ ഇന്ന് നമ്മൾ ഗൾഫുകാർ അല്ലേ, നമ്മൾ പ്രവാസികൾ നമ്മളെ സ്റ്റേജിൽ കയറ്റി ഇരുത്തുന്നുണ്ട്, വലിയ പാള മേടിച്ച് നമ്മൾക്ക് നൽകുന്നുണ്ട്, നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്, നല്ല വലിയ വീടുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു അസുഖത്തിനില്ലട്ടോ പ്രിയപ്പെട്ടവരിതൊന്നും. ഒരു അസുഖം കണ്ടുപിടിച്ചാൽ അതിന്റെ ചികിത്സയുടെ പകുതിക്കില്ല നമ്മൾ ഇതൊന്നും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, ഞാൻ ഒരിക്കലും അല്ലാഹ് കാഫിറായി പോകരുതേ. വൽ ഫഖർ, അല്ലാഹുവേ ഞാൻ ദാരിദ്ര്യത്തിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ നീ എന്നെ രക്ഷിക്കണേ. വ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ നിങ്ങളുടെ രക്ഷ തേടുകയാണ്. ഇത് മൂന്നും, ഇത് എങ്ങനെ ഇത് പറഞ്ഞു തരണം എനിക്ക് അറിയുന്നില്ല. ഓരോ രോഗികൾ, ഇന്നലെയും രോഗം വന്ന് പ്രസവിക്കപ്പെട്ട കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടീന് ജീവിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് ഒരാൾ പറയാ. സംസാരിക്കുക, അള്ളാഹ് എന്നെ എത്ര പരീക്ഷിച്ചു, പക്ഷെ എന്താ എൻ്റെ പരീക്ഷണം എൻ്റെ കൂടെ നിന്ന് വിടാത്തത് എന്നുള്ളത്. ഇതിൽ അതുകൊണ്ട് കുഫ്ർ വന്നു പോകും പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണല്ലോ പിന്നെ സഹാബികളും താബികളും പറയുന്നുണ്ട്, പരീക്ഷണത്തെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, പരീക്ഷണം പഠിച്ചതിന് പേടിയൊന്നുമില്ല. ആഫിയത്തിനെ തൊട്ട് പരീക്ഷിക്കുമ്പോൾ അതിന്റെ കാഠിന്യം കൊണ്ട് മനസ്സ് മാറിപ്പോകുമോ എന്നതാ പേടി. ഈ ആരോഗ്യത്തിന് രോഗം വന്ന് കടം വന്ന് സഹിക്കാനാവാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ പിടിവിട്ടു പോകും. അതുകൊണ്ട് അള്ളാഹിനോട് എപ്പോഴും പക്ഷേ ഹിദായത്തും ഈമാനും നീ എനിക്ക് നൽകണേ, കുഫറിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് എല്ലാ സമയത്തും പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഥവാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, എനിക്ക് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ദുആ നിങ്ങൾ പറഞ്ഞുതരോ റസൂലേ? അവിടുന്ന് പറയുന്നുണ്ട്, ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസ് സലില്ലാഹൽ ആഫിയ, നീ എപ്പോഴും പഠിച്ചവനോട് ആഫിയത്ത് ചോദിക്കണേ, എപ്പോഴും ചോദിക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമകത്തു അയ്യാമ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ثم جئت, പിന്നെ ഞാൻ നബിയെ കണ്ടു, അടുത്തേക്ക് ചെന്നു, ഫഖുൽതു യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ്, നബിയെ കുറേ ദിവസം കണ്ട നബിയെ കാണുന്നത്, റസൂലേ എനിക്ക് അള്ളാഹിനോട് ചോദിക്കാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഫഖാല ലി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുന്നു, യാ അബ്ബാസ്, അബ്ബാസേ, യാ അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ, സലില്ലാഹൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ എപ്പോഴും അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചു അബ്ബാസേ. ഇതാ പറയുന്നത്. കാരണം വേറെ ഹദീസിൽ കാണാം, ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നിഅമത്ത് വേറെ ഒന്നുമില്ല, വേറെ ഒരു നിഅമത്തുമില്ല. അത്രയും മഹത്വമാണ് ആഫിയത്ത്. സഹോദരങ്ങളെ, ഒരു തമാശയായിട്ട് നമ്മൾ ആരും കാണരുത്. ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ചോദിച്ചു വാങ്ങി നോക്കി പഠിച്ച് ചെയ്തിരിക്കണം, അല്ലേ? രണ്ട് സുജൂദുകൾക്കിടയിലും അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലേ, വർഹംനി, പിന്നെ പ്രാർത്ഥിക്കുന്ന വജ്ബുർനി വർസുഖ്നി വഹദിനി, ആ വജ്ബുർനി, എൻ്റെ എല്ലാം നന്നാക്കണം, എൻ്റെ ആഫിനി, എൻ്റെ ആഫിയത്ത് നൽകണം, എൻ്റെ എല്ലാം നന്നാക്കി തരണം. ഒരു സമയത്ത് പോലും കടന്നു പോകരുത്. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, പഠിച്ചോനെ എന്നെ നീ കിടത്തരുത്. അതുകൊണ്ടാണ് രോഗം വന്നിട്ട് പ്രയാസങ്ങൾ വന്നിട്ട് എനിക്ക് നീ ശിഫ നൽകണേ എന്നതിനേക്കാൾ ഇപ്പൊ ആരോഗ്യമുള്ള നേരത്തെ നമ്മൾ പ്രാർത്ഥിക്കുക, എന്നെ നീ കിടത്തല്ലേ അല്ലാഹ്, ആരെ മുമ്പിലും, അല്ലെ? എത്ര ആൾക്കാർ അങ്ങനെയുണ്ട്, എന്നെ നീ കിടത്തരുത് അല്ലാഹ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണ്ഡിതന്മാരുടെ വാക്കുകൾ കാണാം. ഫ്ലൈറ്റ് വാങ്ങാൻ കഴിവുള്ളവരും വീൽ ചെയറിലാണ് പോകുന്നത്. ഹോസ്പിറ്റൽ തന്നെ അയാളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, എല്ലാം മാറ്റി വെക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലാണ്. പക്ഷെ ഡോക്ടർ പറയാണ്, ഇനി ഇവിടെ കിടത്തണ്ട, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ചികിത്സ ഇല്ല. എന്തിനാ പാലിയേറ്റീവിലേക്ക് മടക്കുന്നത്, അല്ലേ? അവർ പറഞ്ഞതൊരു നിങ്ങൾ ചോദിച്ചു നോക്കാം, അവർ പറയും അതിലേക്ക് എത്തുന്നത്, ഇനി ഈ രോഗിക്കുള്ള എല്ലാ ചികിത്സയും കഴിഞ്ഞു, ഞങ്ങൾക്ക് പണം വേണമെങ്കിൽ ഇയാൾ ഇനിയും കിടത്താം, വേണ്ട, ചികിത്സ ഇല്ല, ഇനി കുടുംബക്കാരുടെ അടുക്കൽ അയാൾ അങ്ങനാണ്ട് മരിച്ചോട്ടെ, അങ്ങനാണ്ട് തീർന്നോട്ടെ, അള്ളാഹു വിധിക്കുന്ന എത്രയാണോ
എന്തിനാണ് കുത്തിക്കയറ്റുന്നത്? ചികിത്സ തീർന്നു, അയാൾക്കുള്ള ചികിത്സ തീർന്നു കഴിഞ്ഞു. പണയില്ലേ? കോടി ഞങ്ങൾ തരാം, നിങ്ങൾക്കൊന്ന് ജീവൻ രക്ഷിച്ചു തരുമോ? അവർക്കൊന്നും ഉണ്ടാകൂല. ആ കോടികൾ വിലമതിക്കുന്ന ശരീരം ആഫിയത്ത് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഉറങ്ങി എഴുന്നേൽക്കുന്ന നേരത്ത് നിനക്ക് ആരെയും പേടിക്കാതെ ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഇന്ന് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, ലോകം മൊത്തം നിനക്ക് പടച്ചോൻ തന്ന് കൂട്ടി, എന്നിട്ടും നീ ഒരു അൽഹംദുലില്ലാഹ് പറയാൻ നിനക്ക് മടിയാ അല്ലേ? നമ്മൾ സൂറത്ത് സുമറൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞതാ, മനുഷ്യനും അള്ളാഹു അല്ലേ, ഓരോരുത്തർ മരിപ്പിക്കുന്നത് അള്ളയാ. ചിലരാ ഉറക്കത്തിൽ അള്ള കൊണ്ടുപോകും, ചിലർക്ക് വിട്ടുതരും ആ ജീവൻ നിനക്ക് നേരം വെളുക്കുമ്പോൾ കിട്ടിട്ട് ഉറക്ക് തെളിയുന്ന ആ സെക്കൻഡിൽ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എണീക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, എന്ത് നന്ദി കെട്ട മനുഷ്യനാ, മരിച്ച മനുഷ്യനാ. ജീവിച്ചു, അല്ല ജീവിതം തന്നു അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ശരീരം പടച്ചോൻ തന്നതാ, ആരോഗ്യം അല്ല തന്നതാ. അതുകൊണ്ടാ ഉറങ്ങാൻ കിടക്കുമ്പോ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ബിസ്മിക റബ്ബി വദഅതു ജംബി, ഇതാ നിന്റെ നാമത്തിൽ എന്റെ ശരീരം വെച്ചിരിക്കുകയാണ്, ഈ ബെഡിൽ ഞാൻ വെക്കുകയാണ്, എന്റെ പാർശ്വങ്ങൾ വെക്കുകയാണ്. ഈ ഉറക്കിൽ ഞാൻ അറിയാതെ എന്നെ നീ കൊണ്ടുപോകുകയാണെങ്കിൽ കരുണ കാണിക്കണേ. നാളെ നേരം വെളുക്കുമ്പോ വിട്ടുതരികയാണെങ്കിൽ നീ പ്രൊട്ടക്ഷൻ ചെയ്യും പോലെ നീ കാക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചിട്ടാ ഉറങ്ങുന്നത്. എന്നിട്ട് അള്ളാഹു എനിക്ക് ശരീരം നേരം വെളുക്കുമ്പോ കൊടുത്തു, ജീവൻ കൊടുത്തു, അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയാതെ പ്രിയപ്പെട്ടവരൊന്ന് എഴുതി വെച്ച് ഒട്ടിച്ചു വെക്ക്. ആദ്യത്തെ വാചകം അൽഹംദുലില്ലാഹ് ആയിരിക്കണം അല്ലേ? അള്ളാഹു നമ്മൾക്ക് എത്ര തന്നു പ്രിയപ്പെട്ടവരെ. നമ്മളെ കഴിക്കുന്ന എന്തോ ഉണ്ടോ? നമ്മളെ വലത്തേക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കണില്ലേ, വെള്ളം കുടിക്കുന്നില്ലേ? ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ സമ്പന്നര് പോലും ഇല്ലേ പ്രിയപ്പെട്ടവരെ അല്ലേ? എത്ര ആൾക്കാരുണ്ട്. എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും പിന്നെ ദുബൈയിൽ നിന്ന് കോമയിലേക്ക് എത്തിയതാണ്, ഇന്നും വീട്ടിൽ കിടക്കുകയാണ്, ഒന്നും അറിയാതെ ഇങ്ങനെ കിടത്തത്തില്ല. ചെറുപ്പക്കാരൻ എൻ്റെ അതേ പ്രായത്തിൻ്റെ കൂടെ പഠിച്ചതാണ്, ദുബൈയിൽ നിന്ന് അസുഖം വന്ന അല്ലേ, ഇത്ര സമ്പത്തുണ്ട്, പക്ഷെ ഇല്ല, ഹോസ്പിറ്റലില്ല, ചികിത്സയില്ല. ഇങ്ങനെ എത്ര വീടുകളിലുണ്ട്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് ചോദിച്ചു നോക്ക് പ്രിയപ്പെട്ട അനുഭവങ്ങൾ. നമ്മളൊന്ന് ഇറങ്ങി നോക്ക്. നമ്മൾ വെറും സുഖലോലുപതയിൽ മാത്രമാണ് ഗെറ്റ് ടുഗദറിന്റെയും കൂടലിന്റെയും ഗാനമേളയുടെയും അടിച്ചുപൊളിയുടെയും അല്ലേ? ഒരു ആഘോഷം കഴിയുമ്പോൾ അടുത്ത് ദമാമിൽ എപ്പോഴാണ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത്? ഇസ്തിറാഹുകളെല്ലാം എന്തിനാ ബുക്ക് ചെയ്യുന്നത്? അടിച്ചു പൊളിക്കാനാ. ഈ തുള്ളിച്ചാടി നടക്കുന്ന നീയും നിന്റെ കൂട്ടുകാരും ഒരു വേള ഒന്ന് വീണു പോയാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല. മോർച്ചയുടെ സമീപത്ത് പല സമയത്തും പോയി കാണുമ്പോ പ്രിയപ്പെട്ടവര് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ 10 ആള് പോലും ഇല്ലാത്ത കൂട്ടുകാരാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഒന്ന് വീണു പോയാൽ സമാധാനിപ്പിക്കാൻ അറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആഫിയത്ത് എന്ന മഹാനിഅമത്തിനെ കുറിച്ച് നമ്മളൊന്ന് സ്വന്തം ഒന്ന് പഠിക്കണം, നമ്മുടെ കുടുംബത്തെ ഒന്ന് അറിയിക്കണം. എങ്കിലാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് ആരോഗ്യം തന്ന ഈ നേരത്ത് നാം ചെയ്യേണ്ടത് അല്ലേ, നിന്റെ രോഗം വരുന്നൊരു സമയം വരും, അന്ന് എണീക്കാനോ ഒന്നിനും പറ്റൂല. ഇപ്പൊ ആരോഗ്യമുള്ള നേരത്ത് അള്ളാഹ്ക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചേക്ക്. ഹജ്ജ് ബാക്കിയുണ്ട്, കഴിവില്ലേ നമ്മൾക്ക്? ഒരു 10,000 റിയാലാണ് ഹജ്ജിനുള്ളതെങ്കിൽ ആ 10,000 ഉണ്ടെങ്കിൽ നിനക്ക് ഹജ്ജ് നിർബന്ധമാണ്. നീ എന്തിനാ മാറ്റി വെക്കുന്നത്? എപ്പോഴാ തടസ്സം വരിക എന്നറിയില്ല. ഉംറയ്ക്ക് കഴിയുണ്ടായിട്ടും മക്ക ഈ നാട്ടിലുണ്ടായിട്ടും പോകാൻ കഴിയാത്ത ആളുകൾ അല്ലേ? ഇന്ന് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ ഒരു ഖുർആനായത്. ഇത് അൽക്കൗഫ് ഓതി എന്നല്ലാതെ എല്ലാ ദിവസവും ഒരു പേജ് ഓതാൻ വേണ്ടി 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലേ വേണ്ടു നിനക്ക്? നീ എന്തിനൊക്കെ സമയം ചെലവഴിച്ചു, ആർക്കൊക്കെ വേണ്ടി നീ ഓടിയിട്ടുണ്ട്, എന്തൊക്കെ നീ സംസാരിച്ചിട്ടുണ്ട്. ഒരു 15 വരിയ ഒരു ഖുർആനിലുള്ളത്, ഒരു പേജിലുള്ളത്, അത് ഓതാൻ നിന്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കാൻ, നാവ് കൊണ്ടൊന്ന് ഓതാൻ, അതിനുവേണ്ടി ഒന്ന് ഇരിക്കാൻ നിനക്ക് സമയം കിട്ടിയിട്ടില്ല അല്ലേ? നിനക്കതിന് സമയം കിട്ടിയിട്ടില്ലല്ലോ. നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് നേരം കിട്ടിയിട്ടില്ലല്ലോ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് 4ഉം 5ഉം പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് നീ നിന്റെ റൂമിലേക്കല്ലേ ഷോപ്പിൽ നിന്ന് പോയത്, ഓഫീസിൽ നിന്ന് പോയത് അല്ലേ? സമയം കിട്ടിയിട്ടില്ലല്ലോ. ഖേദിക്കും നമ്മളൊക്കെ. ഒന്ന് തിരുത്തണം.
നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിക്ക്. രോഗം വരുന്നതിന് മുമ്പ്. അല്ലെ, അന്ന് നിനക്ക് പറ്റൂല, ഇന്ന് ഒളിവെടുക്കാൻ പറ്റുണ്ടല്ലോ, അന്ന് അതിനു പോലും പറ്റൂല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗീനെ കാണാൻ വേണ്ടി പോയി. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ടല്ലേ റസൂലുള്ളാഹി ഈ ഒരു രോഗിയെ കാണാൻ ജലസ ഇൻദ റഅസി, ഹദീസ് കാണാം, തലേന്റെ ഭാഗത്തിരിക്കും റസൂലുള്ളാഹി. എന്നിട്ട് അവിടെ ഇങ്ങനെ തടവി കൊടുക്കും ആ ഒരു വിനയത്തിൽ. എന്നിട്ട് പറയും ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരയില്ലട്ടോ, സാരയില്ല, ഇതൊരു ശുദ്ധീകരണമാണ്. എന്തൊരു വിനയത്തിലാണ് റസൂലുള്ളാഹി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ പളവളപ്പുള്ള വസ്ത്രവും എല്ലാ ആഭരണങ്ങളും ഒക്കെ എടുത്ത് ആ നിലയിലേക്കല്ല പോകേണ്ടത്. ഓരോ സ്ഥലത്തിന് അതിൻ്റെ പവിത്രതയും വിനയം കാണിക്കേണ്ട സ്ഥലത്ത് വിനയം കാണിക്കണം. ആ മനുഷ്യൻ നമ്മുടെ കൂടെ ഇതുപോലെ നടക്കേണ്ടതാ. തളർന്നു വീഴല്ലേ, ഒന്ന് പോയി ആ വിഷമത്തിൽ നമ്മളും പങ്കുചേർന്ന് സാരയിലിട്ടോ എന്ന് പറയാൻ ഡോക്ടർമാർ വിലക്കിയിട്ടില്ല. ആ രോഗിയെ സന്ദർശിക്കുന്ന പ്രയാസങ്ങളില്ല. രോഗിക്ക് ഇഷ്ടമാണ്, ഡോക്ടർമാർക്ക് വിലക്കൂല്ലെങ്കിൽ ഒന്ന് പോയി കൊടുക്കും, ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. നമ്മൾ മറന്നുപോകാണ്, ഇന്ന് അയാള് വേറെ ആളെ കിട്ടി. നമ്മളും കടന്നു പോകും പറയും, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ അല്ലേ, അവരൊക്കെ സന്തോഷത്രയായിരിക്കും. നമ്മളൊക്കെ ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പരിഗണിക്കും ഇവരെയൊക്കെ. അവർക്കൊക്കെ സന്തോഷ ഞങ്ങൾ മറന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത്. സഹോദരങ്ങളെ, അതാ വേണ്ടത്. അതോടൊപ്പം തന്നെ ആ ആരോഗ്യമെന്ന നിഅമത്ത് അള്ളാഹു അങ്ങ് നീക്കിക്കളഞ്ഞ് രോഗിയായി ഒരാൾ കിടക്കുമ്പോൾ ആ സന്ദർശനത്തിന്റെ കൂലി എത്ര എന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ആദ മരീദ ഔ സാറ അഖൻ ലഹു ലില്ലാഹ്. ഒരു രോഗീനെ ഒരാൾ കാണാൻ വേണ്ടി പോയി, ഇനി രോഗമൊന്നുമില്ല, സന്ദർശിക്കാൻ വന്നു, സെൻട്രലാകാം, വീട്ടിലാകാം, എവിടെ ആകാം, ഇല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ആ സന്ദർശനമെങ്കിൽ നാദാഹു മുനാദ്, വിളിച്ചു പറയപ്പെടുകയാണ്, അൻതിബ്ത, നീ നല്ലവനായി, വത്വാബ മംശാക, നിന്റെ ഈ പോക്ക്, നിന്റെ നടത്തം നന്നായി. എന്നിട്ടാ ഇനി എന്താ രോഗിയെ കാണാൻ പോയുള്ള കൂലി? വതബവ്വഅത മിനൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിൽ നിന്റെ ഒരു വീട്, നിന്റെ സ്ഥാനം ഉറപ്പായി കഴിഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ഒരു രോഗീനെ ഫോണിലൂടെ, ഒരു വീഡിയോ കോളിലൂടെ, ഓഡിയോ കോളിലൂടെ, സന്ദർശനത്തിലൂടെ കഴിഞ്ഞു. ആ രോഗിയെ നമ്മൾ സന്ദർശിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാ. വേറെ ഹദീസ് കാണാം, രോഗിയെ രോഗ സന്ദർശനം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പൂന്തോപ്പിലൂടെ നടക്കുന്നതിന് തുല്യമാണ്. വേറെ ഹദീസ് കാണാം, ഇതാ നീ സന്ദർശിക്കുകയാണ്, ഒരു മുസ്ലിമായ ഒരു രോഗിയെ നീ സന്ദർശിക്കുകയാണെങ്കിൽ 70,000 മലക്കുകൾ, നീ രാവിലെയാ സന്ദർശിക്കുന്നതെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം നിന്റെ വീട്ടിൽ നീ തിരിച്ചെത്തും വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വൈകുന്നേരമാണെങ്കിൽ പിറ്റേ നേരം വിളിക്കും വരെ ഈ പ്രാർത്ഥന. 70,000 മലക്കുകൾ. എന്തിനാ ഇത്രയും പുണ്യം കൊടുക്കുന്നത്? രോഗം വരിക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തളർന്നു പോയതാണ്, അവിടേക്കാണ് നീ എത്തുന്നത്. ഒന്നിനെയും ഒരാൾ ഒഴിവാക്കൂല. ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ അല്ലെ, അത്രയും പുണ്യം. ഒരു രോഗ സന്ദർശനത്തിന് പോലും ഇത്ര കൂലിയാണെങ്കിൽ ആ രോഗിക്ക് പടച്ചു കൊടുക്കുന്ന സ്ഥാനം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? അതാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. അത് നമ്മളെത്ര പ്രസംഗിച്ചാലും മനസ്സിലാകൂല, നമ്മളെത്ര കേട്ടാലും മനസ്സിലാകൂല. നമ്മളൊന്ന് വയ്യാതെ കടന്നു പോയാൽ ചെറിയ പനി വന്നിട്ടായിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ടാ രോഗസന്ദർശനത്തിലെ സമയത്തുള്ള പ്രാർത്ഥനയിൽ ഒന്ന് ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. സാധാരണ ഒരു പ്രാർത്ഥനയല്ല അത്. പഠിച്ചോനെ ഈ രോഗിക്ക് നീ സുഖപ്പെടുത്തിയെന്നല്ല അള്ളാഹു പറയുന്നത്. ലാ ഷിഫാ ഇല്ല ഷിഫ, നിന്റെ ഷിഫയല്ലാത്ത വേറെ ഷിഫയില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ഷിഫാഅൻ, ഞാൻ ആഗ്രഹിക്കുന്ന ഷിഫ ഈ രോഗിക്ക് അല്ലെങ്കിൽ എനിക്ക്. ലാ യുഗാദിറു സഖമാ, ഈ രോഗം മാറിയാലും ഒരു വേദനയും ബാക്കിയാക്കാത്ത നിനക്ക്. ക്യാൻസറിന്റെ മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പറ സോഡിയത്തിന് പ്രശ്നമായിരിക്കും, അത് ശരിയാകുമ്പോൾ ഇപ്പറ പ്രശ്നമായിരിക്കും. ഈ രോഗം മാറി, അന്ന് കുടിച്ച മരുന്നാണ് ഇന്ന് തൈറോയിഡിലേക്ക് എത്തിയത്, തൈറോയിഡിന് കുടിച്ച മരുന്നാണ് ഫാറ്റി ലിവറിലേക്ക് എത്തിയത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. പ്രാർത്ഥന എല്ലാവരും പ്രിയപ്പെട്ടവരെ നോക്കി നോക്കി വായിക്ക്, നെറ്റിൽ കിട്ടും നിങ്ങൾക്ക് അല്ലേ, ഇതിന്റെ പരിഭാഷ കിട്ടും നമ്മൾക്ക് അല്ലേ. ഒരു 10 രൂപ കൊടുത്താൽ വാങ്ങുന്ന പുസ്തകത്തിലൊക്കെ ഇതിന്റെ അർത്ഥം ഒക്കെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥന പഠിക്കും, നമ്മൾ ആരോഗ്യത്തിന്റെ പ്രാർത്ഥനയെങ്കിലും. പഠിച്ചോനെ എനിക്കിത് ഒരു വേദനയും ബാക്കിയാക്കാത്ത നിലക്ക് എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ, എൻ്റെ മക്കളുടെ, കൂട്ടുകാരൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ ഈ രോഗം നീ മാറ്റി. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ.
എത്ര പ്രാർത്ഥനയാണെന്നറിയോ രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. എല്ലാം അള്ളാഹു പറയുന്നത് ബോഡി ഒന്ന് ശരിക്കും തിരിച്ചു കൊടുക്കുക. ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഏതാണ് പറയേണ്ടതെന്ന് അറിയാൻ എന്താ നിങ്ങളോട് പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വിഷയത്തിൽ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അസുഖവുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളുടെ ഭാഗത്ത് പോലും എത്ര രോഗികളാണുള്ളത്, എത്ര അപേക്ഷകളാണ് വരുന്നത്, എത്ര അപേക്ഷകൾ പ്രിയപ്പെട്ടവരെ. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവർ, അല്ലെ, ചികിത്സിക്കാൻ ഗതിയില്ലാത്തവർ, ഭക്ഷണവും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ, കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ടി വരും. പ്രവാസ ലോകത്ത് നിന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന നാട്ടിൽ നിന്നല്ലല്ലോ, നമ്മളൊക്കെ പ്രവാസികളാണ്. ഈ ശമ്പളം ഇത് ഇന്ന് കിട്ടി അങ്ങോട്ട് തീരുന്നു, ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ നാട്ടിലേക്ക് മിസ്കീനല്ലാതെ വേറെ ആരാ? നമുക്ക് തോന്നുന്നുണ്ടോ കയ്യിൽ കുറെ കാശുണ്ട് എന്നുള്ളത്? കാശ് എത്ര ഉണ്ടായിട്ടെന്താ, അല്ലെ? കാശ് എത്ര ഉണ്ടായിട്ടെന്താ? നമുക്ക് ചികിത്സിക്കാൻ പറ്റണില്ല, ചികിത്സ ഇല്ല നമ്മൾക്ക്. പിന്നെന്താ അതിനൊക്കെയുള്ള ഉപകാരം എന്താ? വേദന നിന്ന് അട്ടഹസിക്കുന്നില്ല ആളുകൾ വേദന വന്നിട്ട്. എന്താ പരിഹാരം? വേദന സംഹാരികൾ കൊടുത്തിട്ട് വേദന മാറുന്നില്ലെങ്കിൽ വേറെന്താ പരിഹാരം? എന്നൊന്ന് കൊന്നതാ എന്ന് പറയുന്ന രോഗികളില്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് ആഫിയത്ത്. അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം പലപ്പോഴും നമ്മുടെ വീടുകളിൽ കൂട്ടുകാർ രോഗികളുണ്ട്, അറിയാത്ത കൊണ്ട് കുറേ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശരീരത്തിൽ റൂഹുള്ള സമയം അത്രയും ബോധമുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. ഇപ്പൊ പലരും ഇങ്ങനെ ഡൗട്ടുകൾ ചോദിക്കും. നിസ്കാരത്തെ രോഗീന്റെ നിസ്കാരത്തെ പറ്റിയൊക്കെ നമുക്കൊരു ധാരണ വേണം. ഫത്തഖുല്ലാഹ മസ്തതഅതും, എങ്ങനെ പറ്റുമോ അങ്ങനെയാ, എങ്ങനെ പറ്റുമോ അങ്ങനെ. എന്തുകൊണ്ടാ രോഗികളൊക്കെ നമുക്ക് രോഗം വരുമ്പോൾ ചില നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നത്? അറിയാത്തതുകൊണ്ടാ. ഒളു എടുക്കാൻ പറ്റണില്ലേ? തയമ്മം ചെയ്താൽ മതി. തയമ്മം നിനക്ക് പറ്റണില്ലേ? ആരോ ഉണ്ടോ ചെയ്യിപ്പിക്കാൻ? അവര് ഇല്ലേ? നിന്റെ ഒളു നിന്റെ മനസ്സിലാ, നിന്റെ തയമ്മം നിന്റെ മനസ്സിലാ. മൂത്രം പോയിക്കൊണ്ടേയിരിക്കും, പോയിക്കോട്ടെ. ഒതുവെടുക്കാൻ പറ്റുമോ? നീ ഒതുവെടുത്ത് നിസ്കരിച്ചോ, മൂത്രം പോട്ടെ, ആ സമയത്ത് ശുദ്ധിയാക്കുക. ബ്ലഡ് പോകുന്നവരുണ്ടാകും, നീ ഓരോ നിസ്കാരത്തിനും ഒതുവെടുക്ക്. ബ്ലഡ് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കീവായു പോയിക്കോട്ടെ, പ്രശ്നമില്ല, നീ നിസ്കരിക്ക്, അല്ലേ? ഇനി എല്ലാ വക്തിലും നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? മരുന്നിന്റെ ക്ഷീണം, രോഗത്തിന്റെ പ്രയാസം, ഉറങ്ങിപ്പോകുന്നു, നമ്മൾ അവരെ പ്രയാസപ്പെടുത്തണ്ട. ഓരോ വക്തിലും പോയി വല്യമ്മാനെ ഉമ്മാനെ പ്രായത്ത് ബുദ്ധിമുട്ടിക്കണ്ട. ഉമ്മാനോട് പറയണം, ലോഹറിന്റെ നേരത്ത് ലോഹറും അസറും ജമ്മാക്കി നിസ്കരിക്ക്, അല്ലെങ്കിൽ അസറിന്റെ നേരത്ത് ലോഹറും അസറും ജമ്മാക്കി നിസ്കരിക്ക്. മഗ്‌രിബ് ഇശാ ഏതെങ്കിലും ഒരു നേരത്ത് നിസ്കരിക്ക്. അവർക്ക് ഇളവ് കൊടുക്ക്, ആശ്വാസം കൊടുക്ക്. നമ്മളവരെ ബുദ്ധിമുട്ടിക്കില്ല, പറഞ്ഞു കൊടുക്കണം. നമ്മളാണെങ്കിലും രോഗികൾക്കൊക്കെ എങ്ങനെ പറ്റുമോ അങ്ങനെ, എങ്ങനെയാണോ അതാ നമ്മൾക്ക് വേണ്ടത്, അറിയിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം ഇന്ന് നമ്മൾക്ക് ആരോഗ്യമുണ്ട്, പലരും വീണ് കിടക്കുന്നുമുണ്ട്. നമ്മളെ കൊണ്ട് പ്രാർത്ഥനകളിലൂടെ, സന്ദർശനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് സാമ്പത്തിക ഒരു അവസ്ഥ തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങോട്ട് വന്ന് യാചിക്കുമ്പോഴല്ല, നിന്റെ കുടുംബത്തിലുണ്ട്, നീ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്. ഡയാലിസിസ് പേഷ്യൻസ് കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇവര് എങ്ങനെയാ അടുത്ത മാസം എന്തായിരിക്കും, ആരാ ഏറ്റെടുക്കുക? 1500 2000 ഒക്കെ ആരാ ഏറ്റെടുക്കുക? ഗതികേട് കൊണ്ട് ചോദിക്കാൻ മടിയുള്ള ആൾക്കാർ പോലും ഉണ്ട്, സ്കീമാർ. നമ്മളൊന്ന് പേടിച്ചൊന്നു. പാലിയേറ്റീവിന്റെ വാഹനങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ട്. അത് ഓരോ വീട്ടിലേക്ക് അത് എത്തുന്നത് അത് ആകാശത്ത് നിന്ന് വീണ് കിട്ടുന്ന പൈസ ഒന്നല്ല. നിങ്ങൾ അവിടെ അടുത്തേക്ക് പോയിട്ട് ഓരോ വണ്ടിയിലും റെസീറ്റ് ബുക്കും ഉണ്ടാവും എല്ലാ നാട്ടിലും. ഈ കൊടുക്കുന്നത് തന്നെയാ, ആരോടും ഇറക്കുന്നല്ല, ഈ കൊടുക്കുന്നതാ അവരിതൊക്കെ പുറത്തേക്ക് എത്തുന്നത്. നമ്മൾ എത്ര കാശ് കളയുന്നുണ്ട് അനാവശ്യമായിട്ട്. ആരോഗ്യം വലുതാണ്. രോഗികളെ മറക്കാതിരിക്കുക, സഹായിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എവിടെയുണ്ട്, നാട്ടിലുണ്ട്, അല്ലെ? രോഗം വന്നാൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഓടുന്നവര്, മരണവുമായി ബന്ധപ്പെട്ട് ഓടുന്നവര്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അത്തരം സംഘടനകളോട് നമുക്ക് പുച്ഛാണ്, അല്ലെ? പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വെറുപ്പാണ്. നമ്മൾക്കാകെ ഒരു സെന്ററോ അല്ലെ ജാലിയാത്തോ വരുന്ന അല്ല, എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് എല്ലാം നടക്കുന്നത്. നമ്മളും ഓരോന്നിൻ്റെയും ആളുകളായിട്ട് മാറി പ്രിയപ്പെട്ടവരെ. ആരോഗ്യം പടച്ചോൻ തന്നതാണ്, അത് ഏറ്റവും വിലയുള്ളതാണ്. അള്ളാഹിനോട് തിരിച്ച് നന്ദി കാണിക്കണം. അള്ളാഹു മരണം വരെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹുവെ, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളെയും നീ ഒരു പ്രയാസവും ബാക്കിയാക്കാത്ത നിലക്ക് നീ ഞങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും നീ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഹിദായത്ത് മരിക്കും വരെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.